അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അൽഫായിസീന ബിറിളല്ലാഹി അമ്മാ ബഅദ്. പ്രിയമുള്ളവരെ, 17/1/2025 ലാ തുഹ്മിലു ഔലാദക്കും എന്ന ശീർഷകത്തിൽ നമ്മുടെ മക്കളെ ശ്രദ്ധിക്കാൻ പറഞ്ഞുകൊണ്ടാണ് UAE ഔഖാഫ് പ്രസിദ്ധം ചെയ്ത ജുമാ ഖുതുബ. നമ്മുടെ അരുമ സന്താനങ്ങൾ ഏറെ പ്രിയപ്പെട്ടവരാണ് നമുക്ക്. അവർ കണ്ണിന് കുളിർമ നൽകുന്നവരാണ്. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ നമ്മളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു, റബ്ബന ഹബ്ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അഈൻ. ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളുടെ ഇണകളിൽ നിന്നും സന്താനങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് നീ കണ്ണിന് കുളിർമ, സന്തോഷം നൽകണമേ എന്ന്. മക്കളെ നാം എപ്പോഴും ശ്രദ്ധിക്കണം. അല്പം പോലും നാം അവരുടെ കാര്യത്തിൽ അശ്രദ്ധ കാണിക്കരുത്. ആ അശ്രദ്ധ പലപ്പോഴും വലിയ ദുരന്തങ്ങൾ വിളിച്ചു വരുത്തും. ഒരു മണിക്കൂറിലെ അശ്രദ്ധ ഒരു വർഷത്തെ നമ്മുടെ ശ്രമങ്ങളെ പാഴാക്കിക്കളയുമെന്ന് സാധാരണ പറയാറുണ്ട്. നമ്മുടെ മക്കൾ അള്ളാഹു നമ്മെ ഏൽപ്പിച്ച സൂക്ഷിപ്പ് സ്വത്തുക്കളാണ്. അവരെ പരിപാലിക്കൽ, അവർക്ക് വേണ്ടുന്ന ശിക്ഷണം നൽകൽ, അവരെ നല്ല രീതിയിൽ വളർത്തിയെടുക്കൽ നമ്മുടെ കടമയാണ്. ഇന്നല്ലാഹു യഅ്മുറുക്കും അൻ തുഅദ്ദുൽ അമാനാത്തി ഇലാ അഹ്ലിഹ. അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ നമ്മളോട് പറഞ്ഞതാണത്. നമ്മുടെ ആ അമാനത്തായി ഏൽപ്പിച്ച സന്താനങ്ങളെ നാം നല്ല രൂപത്തിൽ അവർക്ക് ശിക്ഷണം കൊടുത്തു, വിദ്യാഭ്യാസം കൊടുത്തു, നല്ല സംസ്കാരത്തിലും ചുറ്റുപാടിലും അവരെ വളർത്തിയെടുത്താൽ അവർ ആ നന്മയിൽ വളരും. അത് റബ്ബിൻ്റെ അടുക്കൽ നമുക്ക് പ്രതിഫലം കിട്ടുന്നതുമാകും. മറിച്ചാണെങ്കിലോ അവർ മോശക്കാരായി മോശപ്പെട്ട ചുറ്റുപാടിലൂടെ വളർന്നുവെങ്കിൽ അതിൻ്റെ ശിക്ഷയും നമ്മൾ വഹിക്കേണ്ടി വരും. മക്കളെപ്പറ്റി നാം അല്പം പോലും അശ്രദ്ധ ഒരിക്കലും ഉണ്ടായിക്കൂടാ. എപ്പോഴും അവരുടെ മേൽ നമുക്ക് ഒരു കരുതൽ വേണം. മക്കളോട് നാം നടത്തേണ്ടുന്ന ഉപദേശങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഉപദേശം മതപരമായ ജീവിതം, നിസ്കാരം നിലനിർത്താൻ അവരോട് നാം പറഞ്ഞുകൊണ്ടേ ഇരിക്കണം. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളോട് അത് കൽപ്പിച്ചിട്ടുണ്ട്. വഅ്മുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹ. നീ നിന്റെ അഹലുകാരോട്, കൂട്ടുകുടുംബങ്ങളോട് നിസ്കാരം കൊണ്ട് കൽപ്പിക്കണം. അതിൻ്റെ മേൽ അവരെ ക്ഷമ ശീലിപ്പിക്കുകയും വേണം. തിരുനബി പറഞ്ഞു, അല്ലിമു ഔലാദക്കും അസ്സലാഹ്. നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ നിസ്കാരം പഠിപ്പിക്കുക. ആ നിസ്കാരം നമ്മുടെ സ്വഭാവത്തെ സംസ്കരിക്കുന്നതാണ്. നമ്മെ അത് അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്നതാണ്. ഒരു രക്ഷിതാവും നിസ്കാരം കൊണ്ട് മക്കളെ ഓർമ്മപ്പെടുത്തുന്നതിൽ അവർ അലംഭാവം കാണിക്കാൻ പാടില്ല. ആ നിസ്കാരത്തിൻ്റെ സമയം അടുത്താൽ അവരെ ഓർമ്മിപ്പിക്കണം. അംഗശുദ്ധി വരുത്താൻ വുളു എടുക്കേണ്ടത് എങ്ങനെയാണ് എന്ന് അവർക്ക് പഠിപ്പിച്ചു കൊടുക്കണം. അതിൻ്റെ വിധിവിലക്കുകൾ അവർക്ക് നാം അറിയിച്ചു കൊടുക്കണം. അവൻ്റെ കൂടെ എപ്പോഴും ആ നിസ്കാരം കൊണ്ട് അവൻ ഓർമ്മപ്പെടുത്തിക്കൊണ്ടേ ഇരിക്കണം. അവൻ നിസ്കാരം പാഴാക്കുന്നില്ല, അത് കണിശതയോടുകൂടെ പാലിക്കുന്നുണ്ട് എന്ന് ഉറപ്പാകുന്നത് വരെ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇന്ന അഹമ്മ അംറക്കും ഇൻദി അസ്സലാ. നിങ്ങളുടെ കാര്യങ്ങളിൽ എൻ്റെ അടുക്കൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നിസ്കാരമാണ്. ഫമൻ ഹഫിളഹ വ ഹാഫള അലൈഹ ഹഫിള ദീനഹു. ആരൊരാൾ അത് ശ്രദ്ധിക്കുകയും അത് കൃത്യമായി നിലനിർത്തുകയും ചെയ്താൽ അവൻ്റെ ദീനിനെ അവൻ സംരക്ഷിച്ചവനായി. വമൻ വയ്യഅഹ ഫഹുവ ലിമാ സിവാഹ അളിയ. ആ നിസ്കാരത്തിൽ അവൻ വീഴ്ച വരുത്തിയാലോ അവൻ്റെ മറ്റുള്ള എല്ലാ കാര്യവും അതിലേറെ കഷ്ടമായിരിക്കും. അത്ഭുതകരമാണ്, ചില മാതാപിതാക്കൾ മക്കളെ അത്തരം കാര്യങ്ങളിൽ തീരെ ശ്രദ്ധിക്കുന്നില്ല. അവർക്ക് ആവശ്യമായ ഭൗതിക വിദ്യാഭ്യാസം നൽകുന്നില്ല. അള്ളാഹുവിൻ്റെ വിശുദ്ധ ഗ്രന്ഥം അവരെ പഠിപ്പിക്കുകയോ പാരായണത്തിന് അവർ പ്രേരിപ്പിക്കുകയോ ചെയ്യുന്നില്ല. നമ്മുടെ ഭാഷ അറബി അത് ഉച്ചരിക്കാൻ അവരെ ശീലിപ്പിക്കുന്നില്ല. ബിലിസാനിൻ അറബിയിൻ. ഖുർആൻ പറഞ്ഞല്ലോ, സ്ഫുടമായ അറബി ഭാഷ. മഹാനായ അഷ്ശൈഖ് മുഹമ്മദ് ബിൻ റാഷിദ് ഹഫിളഹുല്ലാഹു വറഅ മഹാനവറുകൾ പറയുന്നു, ലുഗ്തുൽ അറബിയത്തു ഖിമ്മത്തുൻ ഫിൽ ജമാൽ. നമ്മുടെ സൗന്ദര്യത്തിലെ അതിൻ്റെ ഏറ്റവും
മൂർധാവ് അത് അറബി ഭാഷയാണ്. നമ്മുടെ സംസ്കാരം അതിൻ്റെ മേൽ കെട്ടിപ്പടുത്തതാണ്. മക്കളെ നാം അശ്രദ്ധരായി പോകുന്നത് കൊണ്ടിട്ട് അവർ സോഷ്യൽ മീഡിയയിലൊക്കെ അവരുടെ സമയം നഷ്ടപ്പെടുത്തും. എല്ലാം അതിൻ്റെ മുമ്പിൽ ചെലവഴിക്കുന്ന ചില മക്കളുണ്ട്. അവരെ നാം അങ്ങനെ സോഷ്യൽ മീഡിയയുടെ മുമ്പിൽ ചടഞ്ഞിരിക്കാൻ അനുവദിക്കരുത്. അത് അവരെ ശാരീരികമായും മാനസികമായുമൊക്കെ ക്ഷയിപ്പിക്കും. അവർക്കതിന് സമയം നാം നിശ്ചയിച്ചു കൊടുക്കണം. അതിനൊക്കെ ചില ചിട്ടവട്ടങ്ങൾ അവർക്ക് നാം പഠിപ്പിച്ചു കൊടുക്കണം. നമ്മൾ അവരെ അത്തരം കാര്യങ്ങളിൽ എപ്പോഴും ശ്രദ്ധിച്ചു കൊണ്ടിരിക്കണം. അല്ലെങ്കിൽ അവർ അതിൻ്റെ അടിമകളായിത്തീരും. അത് റബ്ബിൻ്റെ കോപത്തിന് കാരണമായിത്തീരും. ഇന്ന് നാം അവരെപ്പറ്റി അശ്രദ്ധരായാൽ നാളെ നാം അവരെപ്പറ്റി ഖേദിക്കേണ്ടി വരും. അത് നമുക്കൊരിക്കലും വീണ്ടെടുക്കാൻ കഴിയാത്തതുമാകും. അവർ ചീത്ത കൂട്ടുകെട്ടുകളിലൊക്കെ പെട്ടുപോകും. മദ്യത്തിൻ്റെയും ലഹരിയുടെയും ഒക്കെ അടിമകളായിപ്പോയാൽ പിന്നെ നമുക്ക് ഒരിക്കലും തിരിച്ചെടുക്കാൻ സാധിക്കുകയില്ല. ആരെയാണ് അവർ കൂട്ടുകാരാക്കുന്നത്, അവരുടെ സംസ്കാരവും സ്വഭാവവും എന്തൊക്കെയാണ് എന്ന് നമ്മളും അറിഞ്ഞിരിക്കണം. തിരുനബി പറഞ്ഞല്ലോ, അർറജുലു അലാ ദീനി ഖലീലിഹി ഫൽയൻദുർ അഹദുക്കും മൻ യുഖാലിൽ. ഒരാൾ അവൻ്റെ സുഹൃത്തിൻ്റെ മതത്തിൻ്റെ പേരിലാണ്. ആ സുഹൃത്തിൻ്റെ നടപടിക്രമങ്ങൾ എന്താണോ അതാണ് അവൻ്റെയും നടപടിക്രമങ്ങൾ. അതുകൊണ്ട് ആരെയാണ് നിങ്ങൾ കൂട്ടുകാരനായി തിരഞ്ഞെടുക്കുന്നത് എന്ന് ശ്രദ്ധിക്കണം എന്ന് നബിതങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അവരിൽ നാം നല്ല സ്വഭാവങ്ങളും സംസ്കാരങ്ങളുമൊക്കെ പഠിപ്പിച്ചെടുക്കണം. അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. നമ്മുടെ ഭരണകൂടം നമ്മളോട് പറയുന്നതുമാണ്. മാതാപിതാക്കൾ മക്കൾക്ക് സ്നേഹം ചൊരിഞ്ഞുകൊണ്ടിരിക്കണം. അവരോട് വാത്സല്യ രൂപത്തിലേ നാം പെരുമാറാവൂ. അവരുടെ മനസ്സിന് സമാധാനവും ശാന്തിയും അവൻ്റെ മാതാപിതാക്കളിൽ നിന്ന് കിട്ടണം. അവരെ സ്നേഹിക്കണം. അവരെ എപ്പോഴും അവരുടെ കൂടെ നിൽക്കണം. ഒരു നല്ല കൂട്ടുകാരനാകാൻ ഉപ്പാക്ക് കഴിയണം. ഒരു നല്ല കൂട്ടുകാരിയാകാൻ ഉമ്മാക്കും കഴിയണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹാനായ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമയെ ചേർത്ത് പിടിക്കും. എന്നിട്ട് പറഞ്ഞു, അല്ലാഹുമ്മ ഇന്നി ഉഹിബ്ബുഹുമ ഫഅഹിബ്ബഹുമ. അല്ലാഹുവേ, ഞാൻ ഇവരിരുവരെയും സ്നേഹിക്കുന്നു, ഇഷ്ടപ്പെടുന്നു. നീയും അവരെ സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യണമേ എന്ന്. നാം അവർക്ക് എപ്പോഴും എല്ലാ നല്ല കാര്യങ്ങളിലും പിന്തുണ നൽകുന്നവരാകണം. നമ്മളോട് പറയാൻ പറ്റാത്ത ഒരു രഹസ്യവും അവരിൽ ഉണ്ടാകരുത്. ആ രൂപത്തിലുള്ള ഒരു അടുപ്പം മാതാപിതാക്കളും മക്കളും തമ്മിൽ ഉണ്ടായിരിക്കണം. അതിന് നാം ശ്രദ്ധിക്കണം. അവരെ നാം എപ്പോഴും ആക്ഷേപിക്കുകയും കുറ്റപ്പെടുത്തുകയും ഒന്നും ചെയ്യരുത്. അവരെ പരിപാലിക്കുന്നതിലും അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതിലും വീഴ്ച വരുത്തരുത്. അത് റബ്ബിൻ്റെ അടുക്കൽ കുറ്റകരമായതാണ്. തിരുനബി പറഞ്ഞു, കഫാബിൽ മർഇ ഇസ്മൻ അൻ യുളയ്യിഅ മൻ യഊൽ. ഒരാൾ കുറ്റക്കാരനാകാൻ എമ്പാടും മതി അവൻ ഏറ്റെടുക്കേണ്ടുന്നവരുടെ വിഷയത്തിൽ അവൻ വീഴ്ച വരുത്തുക എന്നത്. ഉപ്പ ആൺമക്കളുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കണം. അവരുടെ കൂടെ അവർ എപ്പോഴും ചേർന്ന് നിൽക്കണം. അതുപോലെ തന്നെ ഉമ്മ പെൺമക്കളോട് നല്ല സ്നേഹവും അടുപ്പവും ഉള്ളവരാകണം. അവർക്ക് എല്ലാ കാര്യങ്ങളിലും പിന്തുണ നൽകുന്നവരാകണം. നല്ല സംസ്കാരത്തോടുകൂടെ സ്വഭാവത്തോടുകൂടെ അവരെ സമൂഹത്തിന് ഉപകാരപ്പെടുന്ന മക്കളായി ഇസ്ലാമിക സംസ്കാരത്തിൽ രാജ്യസ്നേഹം ഉള്ളവരായി വളർത്തിക്കൊണ്ടുവരാൻ നമുക്ക് കഴിയണം. നമ്മുടെ മദ്രസകളിൽ നിന്ന്, മസ്ജിദുകളിൽ നിന്ന്, സമൂഹങ്ങളിൽ നിന്ന് അവർക്ക് ലഭിക്കേണ്ടുന്നത് അതാണ്. തിരുനബി പറഞ്ഞല്ലോ, കുല്ലുക്കും റാഇൻ വ കുല്ലുക്കും മസ്ഊലുൻ അൻ റഇയ്യത്തി. നിങ്ങൾ ഓരോരുത്തരും ഓരോ ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെട്ടവരാണ്. ആ ഉത്തരവാദിത്വത്തെപ്പറ്റി അള്ളാഹു നമ്മളോട് ചോദിക്കുമെന്ന്. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കളെ കണ്ണിന് കുളിർമയാകട്ടെ. അവരെ നല്ല സ്വഭാവത്തിലും സംസ്കാരത്തിലും വളർത്തിക്കൊണ്ടുവരാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ എന്ന് ദുആ ചെയ്ത് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.